നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയതയുമായിട്ടുള്ള അഷ്ടമഭാവത്തിൻ്റെ ബന്ധമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, വളരെ ലളിതമായിട്ട് അതങ്ങ് പറഞ്ഞു പോവാം. 9ാം ഭാവം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വിഷയമാണ്, ഗുരുവാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, തീർത്ഥയാത്രകളാണ്. അതിൻ്റെ മോക്ഷസ്ഥാനമാണ് അഷ്ടമം എന്ന് പറയുന്നത്. മുക്തി, സുഹൃതത്തിലൂടെയുള്ള മുക്തി, അല്ല സുഹൃതം, അതിനും വേറൊരു രീതി പറയുന്നുണ്ട്, സുഹൃത നാശയോഗമാണ്. അതായത് 9ാം ഭാവത്തിൻ്റെ 12ാം ഭാവം 8 എന്നുള്ളതുകൊണ്ട് ഭാഗ്യനാശയോഗമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ആ മോക്ഷം എന്നുള്ള രീതി എടുത്തിയാൽ നമ്മുടെ ഇവിടെ ആത്മീയമാണ് ചർച്ച ചെയ്യുന്നതുകൊണ്ട്, ഭൗതികമാണ് ചർച്ച ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 9ൻ്റെ 12ാം ഭാവം 8 എന്ന് പറയുന്നത് 9ൻ്റെ ഭാഗ്യനാശയോഗം. അത് പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആത്മീയതയായതുകൊണ്ട് 9th ഹൗസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയുടെ മോക്ഷസ്ഥാനമാണ് 8 എന്ന് പറയുന്നത്. അപ്പം ആന്തരികമായിട്ടുള്ള ആത്മീയത എന്ന് പറയാം, ഈസോട്ടറിക് സ്പിരിച്വാലിറ്റി എന്ന് പറയാം. അതായത് ഉള്ളിലുള്ള ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒന്നാമത്തത് അഹംഭാവത്തിൻ്റെ നാശം ആണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. അഹംഭാവത്തിൻ്റെ നാശം, കുടുംബത്തിൻ്റെ പേരിലുള്ള അഹംഭാവം, ഞാൻ എൻ്റേത്, എനിക്ക്, ഞാൻ ഇന്ന തറവാട്ടിൽപ്പെട്ടതാണ്, ഇന്ന ജാതിയിൽപ്പെട്ടതാണെന്നുള്ള അതിൻ്റെയൊക്കെ ഒരു നാശഭാവമാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെയുള്ള 8 രാശികളിലൂടെ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി 9ാം ഭാവത്തിലേക്ക് ആ വ്യക്തി എത്തുന്ന സമയത്ത് ഭാഗ്യം, പുണ്യം, ഗുരു വരുന്നതാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഗുരുവിനെയൊക്കെ അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്. അന്വേഷിച്ച് പോയി കാശ് കൊടുത്ത് പദ്ധതി, ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നു, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നു, അതിനുശേഷം ഇദ്ദേഹം കൊള്ളാമെന്ന് തോന്നുന്നു, വിളിക്കുന്നു, കുറേ പൈസ അടയ്ക്കുന്നു, ഗുരുവിനെ സ്വീകരിക്കുന്നു, മന്ത്രം ഉപദേശിക്കുന്നു. 35,000 രൂപയ്ക്ക് ഇന്ന മന്ത്രം, ചാത്തൻ്റെ മന്ത്രം 35,000 രൂപയ്ക്ക്, ശ്രീവിദ്യാ മന്ത്രം വേണമെങ്കിൽ 50,000 രൂപ, 60,000 രൂപ, 1 ലക്ഷം മുടക്കിൽ സ്വർണ്ണാംശമുള്ള, പഞ്ചലോകത്തിൽ സ്വർണം ധാരാളം ചേർത്തിട്ടുള്ള ഒന്ന്, ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്, സ്വർണ്ണത്തിന് വില കൂടിയല്ലോ, ശ്രീചക്രം, മേരു, അതിൻ്റെ പദ്ധതികൾ. ഇങ്ങനെയൊന്നും അല്ല വാസ്തവത്തിൽ. നിങ്ങൾ നാമം ജപിക്കുക, കുറച്ച് മെഡിറ്റേഷൻ, ധ്യാനമൊക്കെ, ശ്വാസമൊക്കെ ശ്രദ്ധിച്ച് പോകുമ്പം, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള, അസാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പുരാണങ്ങളും ഇതിഹാസങ്ങളും, ഭാഗവതമായാലും ദേവീ മഹാത്മ്യമായാലും മാർക്കണ്ഡേയ പുരാണമായാലും സർവ്വതും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ജീവിതാനുഭവങ്ങളാണ്, പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് അതിലൂടെ പറയുന്നത്. ഇപ്പം പലരും പറയാറുണ്ട് ഇത് സംസ്കൃത ഭാഷ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്, സമയമില്ല എന്ന് പറയുന്നതുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും അവർക്ക് മനസ്സിലാവാനും അവരുടെ ഇൻഹറൻ്റായിട്ട് കിടക്കുന്ന ടാലൻറ്റുകളും അവരുടെ വാസനകളെയും അവരുടെ രീതികൾക്കനുസരിച്ച് അതിനെ മനസ്സിലാക്കി. ഇപ്പം എമ്പത്തറ്റിക്കൽ റീഡിങ് അല്ലെങ്കിൽ പുരാണം കേൾക്കുകയാണെങ്കിൽ എമ്പത്തറ്റിക്കൽ ലിസണിങ് ഒക്കെ വരുന്ന സമയത്ത് അതിലെ പല കഥാപാത്രങ്ങളും നമ്മളുമായിട്ട് റിസംബ്ലൻസ് വരും, നമ്മളുമായിട്ടൊരു ഒരു ചേർച്ച, നമ്മളെപ്പോലെ ആണല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ അവരുടെ വീഴ്ചകൾ എന്താണ്, അവരുടെ കോട്ടങ്ങൾ എന്താണ്, അവരുടെ നല്ലത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റും. അത് വാസ്തവത്തിൽ പൂർണ്ണമായിട്ടും ഓരോ രീതിയിലുള്ള ആൾക്കാരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് തന്നെയാണ് പുരാണ ഇതിഹാസങ്ങൾ. അത് അസാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് ഈ അടുത്ത കാലത്ത് പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. അത് അസാധാരണത്വം എന്ന് പറയുന്നത് ഈ പുരാണ ഇതിഹാസങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് പോകുന്ന സമയത്ത് ഗുരു വേണം. നിങ്ങൾ ഈ സാധാരണ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഗുരു വരും, ഗുരു പ്രത്യക്ഷമാവും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ചിലപ്പോൾ അത് ബെൻസ് കാറുള്ളൊരു ഗുരു ആയിരിക്കില്ല, ചിലപ്പം അത് വലിയ സെറ്റപ്പുള്ള എപ്പോഴും ക്യാമറാമാന്മാരോടൊപ്പം നടക്കുന്ന ഗുരുവായിരിക്കില്ല. ഇപ്പം ഞാനടക്കം പോകുമ്പം 2 ക്യാമറയും 2 ലൈറ്റും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ഇതുപോലെ വേഷം കെട്ടലുകളുള്ള ഗുരുക്കന്മാരാവില്ല. ഏറ്റവും ഉത്തമരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ ഭാരതത്തിലെന്നും ഗുരുക്കന്മാർക്ക് ഒരു കുറവും ഉണ്ടാവില്ല, ശിഷ്യന്മാർക്ക് കുറവുണ്ടായാലും. അപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അത് ഗൃഹസ്ഥരാവാം, സന്യാസിയാവാം. സന്യാസ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസി എന്ന് പറയുന്നത് അതൊരു പരമ്പരയുടെ ഭാഗം മാത്രമാണെന്നുള്ളൂ. ഉത്തമ ഗുരുവാണെന്നൊന്നും പറയാൻ പറ്റില്ല.
അതുപോലെ തന്നെയാണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്നു പോകുമ്പം അയാൾ ഈശ്വരോപാസന ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പം അയാൾ ഒരു പക്ഷേ നല്ലൊരു ആത്മീയ ഗുരു ആയിരിക്കാം. തിരിച്ചും സന്യാസ പരമ്പരയിൽ പോയാലും ചിലപ്പോൾ അദ്ദേഹം മഹാതപസ്വിയായിരിക്കും. തപസ്സാണ് ഇതിൻ്റെ പ്രധാനം. അല്ലാതെ ഗൃഹസ്ഥനാണെന്നോ അല്ലെങ്കിൽ ഇന്നതായാൽ മാത്രമേ കാവ്യ വസ്ത്രം ധരിച്ചാലേ ഗുരു ആവത്തുള്ളൂ, അല്ലെ വേഷവിധാനങ്ങളിലാണ് ഗുരു. അതെല്ലാം തന്നെ നമ്മുടെയൊക്കെ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യാനുള്ള ടൂളുകൾ മാത്രമാണ്. ഞാനടക്കം ഈ കുറിയിട്ടിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമുണ്ടെന്നോ വലിയ വലിയ കാര്യങ്ങൾ കയ്യിലും മേത്തുമൊക്കെ ഇട്ടിട്ടുണ്ടെന്നോ ഒന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ ഉത്തമനായ ഒരു ആത്മീയവാദിയോ അല്ലെങ്കിൽ ആത്മീയ തപസ്വിയോ ആവണമെന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാധന ചെയ്ത് ഈശ്വരോപാസന ചെയ്ത് തെളിയിക്കണം. അത് തെളിഞ്ഞാൽ അതിനനുസരിച്ചുള്ളവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്യും തപസ്വിയാണ് എന്നുള്ളത്. അത് എങ്ങനെ മനസ്സിലാക്കും? ഇതിന് എന്തെങ്കിലും അളവുകോലുകളുണ്ടോ, എന്തെങ്കിലും രീതികളുണ്ടോ? ഒന്നുമില്ല. നമ്മൾ അന്വേഷിക്കുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ, നിങ്ങൾ ശരിയായിട്ടുള്ള മാർഗമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥ ആചാര്യനായിരിക്കും വരുന്നത്. അത് ചിലപ്പം ഒരു സാധാരണ മനുഷ്യനായിരിക്കും. രമണ മഹർഷിയെ പോലെ ഒരു സാധാരണക്കാരനായിരിക്കും. രമണ മഹർഷി ഇപ്പോഴാണ് എല്ലാവരും തൂക്കിക്കൊണ്ട് നടക്കുന്നത്. നിസർഗാത് മഹാരാജ് എന്ന് പറയുന്ന യോഗിയെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടന്ന് മോറിസ് ഫ്രീഡ്മാൻ വന്നതിന് ശേഷം ഷായം താറ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയതിന് ശേഷമാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു സാധാരണക്കാരാണ്, പീഡിതെറുപ്പൊക്കെ ആയിരുന്നു. അപ്പം വലിയ ആളാവണമെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ ആധ്യാത്മിക ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ഓഷോ രജനീഷിനെ പോലുള്ളവരാണെന്നുള്ളതാണ്. അദ്ദേഹവും ആചാര്യനായിരുന്നു, അല്ലെന്ന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരുപാട് കപട വേഷധാരികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് പോയി പെട്ട് എന്നെ വിളിക്കാറുള്ളത് കൊണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് കൊണ്ടുമാണ് ഞാനീ പറയുന്നത്. ഞാൻ എന്തായാലും ആത്മീയത കച്ചവടമാക്കിയിട്ടില്ല. ജ്യോതിഷം അത്യാവശ്യം കൺസൾട്ടേഷനുമായിട്ട് എൻ്റെ സമയം ഞാൻ ഒരാളുടെ ഭൗതിക വിജയങ്ങൾക്ക് വേണ്ടി മെനക്കെടുമ്പം അതിന് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എഫേർട്ടിന് ഞാൻ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇനി നിങ്ങൾക്ക് അതിനെ കച്ചവടം എന്നോ എന്ത് വേണേലും വിളിക്കാം. പക്ഷേ എൻ്റെ ടൈമിന് എനിക്ക് ആ സമയം ഒരാൾക്ക് വേണ്ടി അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരാൾ വിളിച്ചാൽ ഒരു തരത്തിലുള്ള ചാർജും ഞാൻ ഈടാക്കാറില്ല. പക്ഷേ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരാളെന്നെ വിളിക്കുന്നതെങ്കിൽ അവരുടെ ഭൗതിക വിഷയം വളർത്താൻ വേണ്ടിയിട്ട്, അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തുക ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണം. അതാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എന്നെ ഈ ജീവിതത്തിൽ നിലനിർത്തുന്നത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ചെയ്തു തരുന്നതും. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആത്മീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒറ്റയ്ക്കുള്ളൊരു യാത്ര തന്നെയാണ്, ഒറ്റയ്ക്കുള്ള അന്വേഷണം തന്നെയാണ്. ഈ കാപട്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ പുരാണ ഇതിഹാസങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് ഭാഗവതം ഒന്ന് വായിച്ചു നോക്കണം. ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥം, ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അതിൽ പൃഥു മഹാരാജാവിൻ്റെ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് പലരും വരുന്നത് സന്യാസ വേഷത്തിലാണ്, ആധ്യാത്മികരുടെ വേഷത്തിലാണ്. ആധ്യാത്മിക വേഷത്തിൽ ആരെയും പറ്റിക്കാം എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അഹംഭാവം, മൂന്നാം ഭാവം, അഹംഭാവം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു വിഷയത്തിലേക്ക് പോകുന്നതെങ്കിൽ അഹംഭാവത്തിൻ്റെ, മൂന്നാം ഭാവത്തിൻ്റെ ശത്രുസ്ഥാനമാണ് 8 എന്ന് പറയുന്നത്. അഹംഭാവം, ഞാൻ എൻ്റേത്, എനിക്കുള്ളത്, എനിക്ക് 10 പേരോടെ പറയണം ഞാൻ ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ്, അല്ല ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, ഇന്ന ഫൗണ്ടേഷനിൽപ്പെട്ട ആളാണ്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണെന്നുള്ള അഹംബോധത്തിൽപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ 8ാം ഭാവം എന്ന് പറയുന്ന 3ൻ്റെ 6 അഗ്നിശുദ്ധി വരുത്തേണ്ട അവസ്ഥ വരും എന്നുള്ളത് ഉറപ്പാണ്. ഞാനെന്ന അഹംബോധം മരിക്കും. 3ാം ഭാവത്തിൻ്റെ ശത്രുവാണ്, വെട്ടിക്കൊല്ലും 3ാം ഭാവം. 3ാം ഭാവത്തിൻ്റെ ശത്രുവാണ് 8 എന്ന് പറയുന്നത്. അഹംബോധം മരിക്കുമ്പോൾ യഥാർത്ഥ ആത്മീയത വളരും. അപ്പം അഹംബോധം നശിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത ഉണരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പം
അഷ്ടമഭാവം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ബോധം, അഹംബോധത്തിൻ്റെ നാശസ്ഥാനമാണ് അല്ലെങ്കിൽ ശത്രുസ്ഥാനമാണെന്നൊക്കെ പറയാം. അഹംഭാവം മരിക്കുമ്പോഴാണ് ആത്മീയതയുടെ ഉണർച്ച. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഒരു ജന്മത്തിലെ തന്നെ പല ജന്മങ്ങളാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. അടുത്തത്, അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ ചൗക്കാമ്പ സാൻസ്ക്രിറ്റ് സീരീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ബുക്ക്, അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ, ഞാൻ ആ ബുക്കിൻ്റെ പേര് മറന്നു, കുറേ കാലമായി വായിച്ചിട്ട്. നിങ്ങൾക്ക് ആ ബുക്ക് ഏതാണെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചൗക്കാമ്പ സംസ്കൃത് സീരീസ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, വാരണാസി ബേസ് ചെയ്തിട്ടുള്ള. വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റൊക്കെ ഉണ്ട്, അതിനകത്ത് അസ്ട്രോളജിയുടെ തന്ത്രത്തിൻ്റെയോ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടായിരുന്നു, കുണ്ടലിനി ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് അഷ്ടമഭാവമാണ് എന്ന്. ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ മോക്ഷത്രികോണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാവമാണ് മോക്ഷത്രികോണത്തിൻ്റെ ഉപാസനാഭാഗമാണ്. അതായത് 4/5 8ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശനിയാണ് ആ ഭാവത്തിൻ്റെ കാരകൻ എന്നുള്ളത് കൊണ്ട് തന്നെ അച്ചടക്കവും ഏകാഗ്രതയും യോഗാവസ്ഥയും ഒക്കെ സൂചിപ്പിക്കുന്നത് ശനിയാണ്, ധ്യാനമൊക്കെ. അപ്പം സൂക്ഷ്മതലവുമാണ്, ഉപാസനയുമാണ്, ഗുപ്തഭാവവുമാണ് അഷ്ടമം എന്ന് പറയുന്നത്, ഗുപ്തഭാവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏകാഗ്രതയും അച്ചടക്കവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു സാധകന് ഭൗതികതയെ മറികടന്ന് ഉന്നത തലങ്ങളിലേക്ക് എത്താൻ പറ്റുകയും സാധാരണ നിലവാരത്തിൽ നിന്നും മാറി അയാൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കുണ്ടലിനി യോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചിന്തിക്കുമ്പോൾ ഈ അഷ്ടമഭാവത്തിനെ വെച്ച് ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ പൂർവ്വജന്മത്തെ ചിന്തിക്കുമ്പോഴും അഷ്ടമഭാവം വെച്ച് ചിന്തിക്കുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുണ്ട് 12ാം ഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മമാണെന്നും 8ാം ഭാവം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ജന്മമാണെന്നൊക്കെ. അങ്ങനെ അനവധി സബ്ജക്റ്റുകൾ പല പുസ്തകങ്ങളിൽ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് പൂർവ്വജന്മ സുഹൃതമായിട്ട് പറയുന്നത് 5, 9 തന്നെയാണ് കേട്ടോ. 8 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഎസ്കേപ്പബിൾ ആയിട്ടുള്ള അനവധി സബ്ജക്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ഭാവമാണ് അഷ്ടമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും കാലപുരുഷൻ്റെ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയും അതുപോലെ തന്നെ അഷ്ടമഭാവത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ശനിയുമായതുകൊണ്ട് തന്നെ ഒരു 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 സ്ഫോടനം പോലെയാണ് ആ ഭാവം. വേദനാജനകമാണ് എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഭൗതികരുടെ സാധാരണക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു വേദനാജനകമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വളരെ ഉന്നതമായ തലത്തിൽ അത് ചിന്തിക്കുമ്പോൾ അതൊരു മാറ്റമാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന ബോധം ഇല്ലാതാക്കിയുള്ളൊരു വളർച്ചയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാധനയും തപസ്സും അഷ്ടമഭാവമാണ്. ജീവിതമാകുന്ന സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പം കിട്ടുന്ന തിരിച്ചടികളിലൂടെ ഒരു വ്യക്തി സ്വയം തിരിച്ചറിയുകയാണ്, ഞാൻ ഒന്നുമല്ല, എനിക്കുള്ളത് ഞാൻ എന്ന് വിചാരിച്ചതെല്ലാം എൻ്റേതല്ല, എൻ്റെ കയ്യിലല്ല. ഞാൻ ഇല്ലാതായാലും അഷ്ടമഭാവം മരണമാണ്. എൻ്റെ മരണം സംഭവിച്ചാലും ഈ ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതും, എൻ്റെ ചുറ്റുപാടുകളിലുള്ളവരെല്ലാം ഞാനില്ലേലും ജീവിക്കുമെന്നും എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ഒരു കാലത്ത് എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്ന പലരും എന്നെ വിട്ടു പോയിട്ടും എൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും പോകില്ല, ഞാൻ എങ്ങും പോകില്ല എന്ന് പറഞ്ഞവർ ഉപേക്ഷിച്ച് പോയിട്ടും, ഒരു കാലത്ത് നമ്മൾ പ്രതീക്ഷയോടെ കണ്ടിരുന്നവരെല്ലാം, പ്രായമുള്ളവരെല്ലാം, അപ്പനും അമ്മമ്മയും ഒക്കെ മരിച്ചു പോയിട്ടും നല്ല വിഷമം എനിക്കുണ്ടായിട്ടും ഇന്നും ഞാൻ ചിരിക്കുകയും സന്തോഷിക്കുകയും പല പല കാര്യങ്ങൾ ചെയ്യുന്നും ഉണ്ടെങ്കിൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ എനിക്കിത് സംഭവിച്ചാൽ വരുന്ന തലമുറകൾ എന്നെ ഓർക്കും ആര് കണ്ടു. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമുക്കൊക്കെ എന്ത് സംഭവിച്ചാലും ലോകം മുന്നോട്ട് പോകും.
ഇത് തിരിച്ചറിയുന്ന സമയം എന്ന് പറയുന്നത് ഒരു വളരെ കഠിനമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോഴോ ഒരു കഠിനമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴോ ആണ് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏകാഗ്രതയും അതുപോലെ തന്നെ ഒരു തിരിച്ചറിവിലൂടെ ഉണ്ടാകുന്ന ഒരു മനോബലവും സ്വസ്ഥതയും വരികയും ചെയ്യും. അഷ്ടമഭാവത്തിലെ ഗ്രഹങ്ങൾ ശുഭകരമായി നിന്നാൽ ആ വ്യക്തിക്ക് ഏകാന്തമായിട്ടുള്ള തപസ്സിലൂടെയും കഠിനമായ സാധനയിലൂടെയും ഈശ്വര ദർശനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. 4-ാം ഭാവവും അഷ്ടമഭാവവുമായിട്ട് കേതുവിനൊക്കെ ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സെലിസ്റ്റിയൽ ബീയിങ്സിനെയൊക്കെ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. 4-ാം ഭാവത്തിലെ കേതു, 4-ാം ഭാവാധിപന് കേതു യോഗം, 8-ാം ഭാവത്തിന് കേതു യോഗം, 8-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എനർജി ഫീൽഡുകളെ പെട്ടെന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ അഷ്ടമഭാവം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ടതല്ല. ഭയം എപ്പോഴും ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ നശിക്കുമോ എന്നുള്ള പേടിയില്ല. എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ ജീവിതം എനിക്കിഷ്ടമാണ്, എൻ്റെ ജീവിതം അവസാനിച്ചു പോയാൽ എന്ത് ചെയ്യും? മരണമാണ് ഭയം, അല്ലേ? വാസ്തവത്തിൽ അത് എന്നേലും ഒരിക്കലും നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എണ്ണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നാളെ എണ്ണിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്, ചില ദിവസം ഉറങ്ങി വൈകിപ്പോകുന്നു. അപ്പം നമ്മൾ അയ്യോ വൈകിപ്പോയി, നാ ഉണർന്നുകൊണ്ടാണ് വൈകിപ്പോയി അയ്യോ എന്ന് പറയുന്നത്, എഴുന്നേറ്റില്ലെങ്കിലോ. അപ്പം വാസ്തവത്തിൽ അഷ്ടമഭാവം ഭയം കൊണ്ട് നേരിടേണ്ടതല്ല. ശനി എന്ന യോഗി, ശനി എന്ന ഋഷി, ശനി ആണ് വിരക്തനായിട്ടുള്ള ഋഷിയെ സൂചിപ്പിക്കുന്നത്, അവധൂത സന്യാസിമാരെ സൂചിപ്പിക്കുന്നത്, നൽകുന്ന കഠിനമായിട്ടുള്ള അഷ്ടമത്തിൻ്റെ കാരകനായിരിക്കുന്ന ആ മഹാതപസ്വി ജീവിതാനുഭവങ്ങളിലൂടെ തരുന്ന കഠിനമായ പാഠങ്ങളിലൂടെ നമ്മുടെ അന്തരാത്മാവിനെ ശുദ്ധീകരിച്ച് സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങളെ ശുദ്ധീകരിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യസ്ഥാനമാണ്. 4 മൊത്തത്തിൽ മാറും. 4 എന്ന് പറഞ്ഞാൽ കംഫർട്ട്. അതിൻ്റെ 5-ാം ഭാവമായിട്ടുള്ള അഷ്ടമമായിട്ട് ബന്ധം വരുമ്പോഴത്തേക്ക് കുറേ കഠിനാനുഭവങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ കംഫർട്ടുകളും രീതികളും ഒക്കെ മാറി, നമ്മുടെ സ്വസ്ഥതയൊക്കെ മാറി, നമ്മൾ വേറൊരു രീതിയിലേക്ക് പോയി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ആ അഷ്ടമം എന്ന് പറയുന്നത് നമ്മളെ തളർത്താൻ ചെയ്യുന്നതല്ല. അഷ്ടമഭാവത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് തളർച്ചയാണ് പലപ്പോഴും ഉണ്ടാകുന്നതെങ്കിൽ പോലും അതൊരു സാധാരണ തലത്തിൽ നിൽക്കുമ്പോഴാണ്. ഉയർന്ന തലത്തിൽ അതിനെ ചിന്തിക്കുമ്പം അവിടെ തടസ്സങ്ങൾ നൽകുന്നത് നമ്മളെ തളർത്താനല്ലെന്നും മറിച്ച് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും, ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും സാധാരണപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും അത് അമ്പലങ്ങളായാലും ഇതിൽ ഓവർ അറ്റാച്ച്മെൻറ്റ് വരാതെ ആ തടസ്സങ്ങളെ നീക്കി ഇതിനുള്ളിലെല്ലാം ആത്മീയത കാണാൻ പഠിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ആത്മീയമായിട്ടുള്ള നമ്മളെ നമുക്ക് തിരിച്ചറിയുന്ന വഴിയിലേക്ക്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൂടുതലൊന്നും ഇനി 20 വർഷം അല്ലെ 30 വർഷം ജീവിക്കാനുണ്ട്. 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 10,000-10,000 ദിവസങ്ങളേ ഉള്ളൂ. ഒരു ദിവസം ഒരു കാര്യമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യുകയും, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരികയും ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയല്ല പല കാര്യങ്ങളും. ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെയാണ്, എൻ്റെ കുറേ കാശുണ്ട് അല്ലെ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മളെ നോക്കണം, നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ നല്ലതാക്കിയെടുക്കണം, നമ്മളെ പ്യൂരിഫൈ ചെയ്തെടുക്കണം. നമ്മളെ പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളൊരു കാര്യമാണ്. സ്വർണം അടിച്ച് മാറ്റുകൂട്ടുന്ന പോലെയാണത്. ക്ലീൻ ചെയ്ത് റിഫൈൻ ചെയ്ത് എടുക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രവർത്തികളെല്ലാം തന്നെ ഗുരുദേവൻ പറഞ്ഞ പോലെയാവും. നമ്മുടെ പ്രവർത്തികളെല്ലാം തന്നെ മഹാചാര്യനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഇരിക്കും. അവനവന് ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് അപരന് സുഖത്തിനായിട്ട് വരും, തന്നെ വന്നോളും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം അത് നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തടസ്സങ്ങളും കഠിനമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയും പല പല തിരിച്ചറിവുകളിലൂടെയും കടന്നും അതൊക്കെ ഒരു പാഠമായിട്ട് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പോവുക. ഒരു ചെറിയ സമയമാണ് നമുക്ക് ഭൂമിയിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്.
ജനനം മുതൽ മരണം വരെ ഇടയ്ക്കുള്ള കുറച്ചൊരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ ആത്മീയതയുടെ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നൊരു ഭാവമാണ് അഷ്ടമം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ജന്മത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഡെഡ് പോയിൻ്റാണ്, ഒരു എൻഡ് പോയിൻ്റാണ് അഷ്ടമം എന്ന് പറയുന്നത്. അത് ഒരു ദിവസം വരും, ഒരു ദിവസം ഉറപ്പാണ്. അഷ്ടമം എന്ന് പറയുന്നത് ലഗ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അഷ്ടമം ഉണ്ടാവും എന്നുള്ളതാണ്. 8ാം ഭാവത്തിൽ നിന്നും ഒരു വ്യക്തിക്കും മാറാൻ കഴിയില്ല ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ആ ലഗ്നം മുതൽ 8 വരെയുള്ള ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഭാവങ്ങളാണ് 9, 10, 11, 12. അത് 9ാം ഭാവം എന്ന് പറയുന്ന സുഹൃത്തങ്ങളാണ്, ധർമ്മമാണ്, പുണ്യമാണ്, ഗുരു പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, പ്രകൃതിയോടിണങ്ങി ജീവിക്കുകയാണ്. നമുക്ക് മുന്നേ പോയ ഗുരു എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഗുരുവിനപ്പുറം ഏത് അനുഭൂയതയെ തത്പ്രമാണം, നമ്മുടെ അനുഭവങ്ങളിലൂടെയുള്ള അനുഭവം ഗുരു എന്നൊക്കെ പറയില്ലേ പൂർവികർ, നമ്മുടെ അച്ഛനമ്മമാരല്ലെങ്കിൽ അപ്പൂപ്പനമ്മയൊക്കെ പറയില്ലേ അനുഭവമുണ്ട ഗുരു. നിൻ്റെ അനുഭവങ്ങളാണ്, നിൻ്റെ എക്സ്പീരിയൻസാണ് നിനക്ക് വലുത്. അപ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ പൂർവാചാര്യം മഹാമനുഷികളായിട്ടുള്ള ഋഷിമാർ കണ്ട അനുഭവങ്ങളെയൊക്കെ പഠിച്ച് സ്വാധ്യായങ്ങൾ ചെയ്ത് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തീർത്ഥയാത്രകൾ ചെയ്ത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി മുന്നോട്ട് പോകുമ്പം 10ാം ഭാവം കർമ്മം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നിയോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ ആ 9 കൊണ്ട് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ 10ലേക്ക് പ്രയോഗിച്ചു തുടങ്ങും. ഈ 9ഉം 10ഉം വഴി മുന്നോട്ട് പോകുമ്പോൾ 11 പ്രകൃതി അനുഗ്രഹിച്ച് തരും. 12 എന്ന് പറയുന്ന മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈ 4 ഭാവങ്ങൾ ബാക്കി 1 മുതൽ 8 വരെയുള്ള ഭാവങ്ങളെ പല തരത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും. അതിലേറ്റവും ഒരു മനുഷ്യൻ്റെ ലഗ്നം തുടങ്ങി 8ാമത്തെ ഭാവമാണ് അഷ്ടമ ഭാവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ രഹസ്യമായിട്ടുള്ള നിഗൂഢങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാശിയാണ്. ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരുപാട് പറയാനുണ്ട്, നമ്മുടെ സമയക്കുറവ് കൊണ്ടും കൂടുതലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയുന്ന സമയത്ത് താഴെ വരുന്ന കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നങ്ങ് ഒഴിഞ്ഞു മാറുന്നത്. കണ്ടൻറ്റ് കുറച്ചും ഉപദേശം കൂടുതലുമാണെന്നാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കാണുമ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അനേകഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാവോഹപടു സിദ്ധമന്ത്ര ജ്ഞാനാദിജാതക. അനേകഹോര തത്വജ്ഞൻ ആവാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നത്. പക്ഷേ ഹോരാശാസ്ത്രങ്ങളിലെ തത്വങ്ങൾ മാത്രം പോരാ, പഞ്ചസിദ്ധാന്തം, ഗണിതക്രിയകളെക്കുറിച്ച്, കാൽക്കുലേഷനെ കുറിച്ച് അറിയണം നിങ്ങൾ. എന്നാലും അസാധ്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കില്ല് വേണം. നന്നായിട്ട് ജീവിതത്തെ നിരീക്ഷിക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തെ നിരീക്ഷിക്കണം. എല്ലാത്തിനുപരിയായി ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രശ്നമാർക്ക് ആചാര്യൻ പറയുന്ന ഒരു വളരെ ഇഷ്ടപ്പെട്ടൊരു ശ്ലോകം എനിക്കിത്, സിദ്ധമന്ത്ര ജ്ഞാനാദിജാതക. ഉപാസന ഉണ്ടായിരിക്കണം, മന്ത്രസിദ്ധനായിരിക്കണം എന്ന്. അപ്പം നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങൾ ജീവിക്കുന്ന മന്ത്രത്തിൻ്റെ അതിദേവത, അതിനിപ്പം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഈശ്വരൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് അങ്ങ് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് അതേത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും എന്തുവാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാത്തവരല്ല ഈ വീഡിയോയിലെ ജസ്റ്റ് അസ്ട്രോളജി കണ്ടൻറ്റിന് വേണ്ടി വരുന്നവരായിരിക്കും. വാസ്തവത്തിൽ എൻ്റെ മനസാക്ഷി എനിക്ക് തൃപ്തിപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആത്മീയ വിഷയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് പറയും. അത് ഇവിടെ കേട്ട് നോക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.